അനുചേച്ചിയുമായുള്ള ബന്ധമെന്ത്? അയ്യോ അയ്യോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഡാനി. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അനു, നമ്മുടെ കഴിഞ്ഞ ബിഗ് ബോസിലെ വൈൽഡ് കാർഡ് എൻട്രി അനു, പിന്നെ നമ്മുടെ റോക്കി തമ്മിൽ എന്താ ബന്ധം, അതിനെക്കുറിച്ച് നമുക്ക് വലുതായിട്ടൊന്നും പറയാനും പറ്റത്തില്ല. പക്ഷേ കഴിഞ്ഞ വട്ടം ബിഗ് ബോസിലെ അനുവിൻ്റെ വീട് കാണിച്ചപ്പോഴത്തേക്ക് റോക്കിയുടെ അതേ സെയിം വീട് തന്നെയായിരുന്നു കാണിച്ചത്. അപ്പോൾ ഈ വട്ടവും എന്താ പറയണ്ടേ, റോക്കിയുടെ വീടും അതും തമ്മിൽ സെയിമാണ്. അതായത് റോക്കിയുടെ വീടും ഈ വട്ടം കാണിച്ചിരിക്കുന്ന അനുവിൻ്റെ വീടും റോക്കിയുടെ വീടും ഒന്ന് തന്നെ. അപ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ, ഇതെന്താ സംഭവം. അപ്പോൾ അതിനകത്ത് റോക്കി മനസ്സിലോ അങ്ങനെയാണ് വീട്ടുപേരാണ്ടൊക്കെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് വീട്ടുപേര്. അപ്പോൾ ഈ അനു ആണോ കള്ളം പറയുന്നത്, റോക്കിയാണോ കള്ളം പറയുന്നത്, ഒരു പിടുത്തവും കിട്ടത്തില്ല. ഇവർ തമ്മിൽ എന്താ ബന്ധം അതും അറിയത്തില്ല. ഇവനൊരു ടാറ്റുവിൻ്റെ ഇതാണ്. അപ്പോൾ കഴിഞ്ഞ വട്ടം എന്താ പറയണ്ടേ, ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇന്റർവ്യൂവിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അനുചേച്ചിയുമായുള്ള ബന്ധമെന്ത്? അയ്യോ അയ്യോ ഞങ്ങള് ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. നമ്മുടെ സ്റ്റുഡിയോയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ്. പിന്നെ ഇത് തന്നെ നമ്മുടെ ഒരു വൺ ലൈഫ് എന്നുള്ള ഒരു പ്രോജക്റ്റ് ആണ് ആക്ച്വലി. അപ്പം ഇതൊരു 5500 സ്ക്വയർ ഫീറ്റിൽ ഇപ്പൊ സിംഗിൾ ബെഡ്റൂം വീടാണ്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഗാർഡൻ, അതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഫ്യൂച്ചറിൽ ചെയ്യുന്നുണ്ട്. ഹോഴ്സ് റൈഡിങ്, മഡ് റൈഡിങ്, മഡ് റൈസിംഗ്, അങ്ങനെയുള്ള ഗോഡ് ഫാദർ എന്നുള്ള ഒരു മോഡലാണ്. സോ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഈ വീടിന്റെ അടുക്കള ഭാഗത്തേക്കും കൂടെ ഇത് തന്നെയാണ് ഇതിന്റെ അടുക്കള. അത് കുറച്ച് ഇതായിട്ട് കിടക്കും. ഇപ്പൊ രാവിലെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രൈവസി മാറ്റർ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. സോ ഇപ്പം അവിടെ നിന്ന് താമസമായിട്ടില്ല. ഈ വീട്ടിലും ഉള്ള ആൾക്കാർ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിന്റെ ഡ്രസ് ഇട്ടുകൊണ്ടായിരിക്കുമല്ലോ കുളിക്കുന്നത്. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ, വീഡിയോ കണ്ടപ്പോഴത്തേക്ക് റോക്കിയായിട്ട് എന്താ ബന്ധം എന്ന് വെച്ചപ്പോൾ ഫ്രണ്ടാണ്, നല്ല ബെസ്റ്റ് ഫ്രണ്ട്, പിന്നെ ബിസിനസ് പാർട്ട്ണറാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം കഴിഞ്ഞ വട്ടം ഈ മിക്കതും അനുവിൻ്റെ ഇൻ്റർവ്യൂവിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്തല്ല ഇത് എൻ്റെ വീടാണെന്നൊക്കെയാണ് ബിഗ് ബോസിലും കാണിച്ചിരിക്കുന്ന ഈ സെയിം വീട് തന്നെയാണ്. പക്ഷേ എന്തോ ചിലപ്പോൾ എനിക്കറിയത്തില്ല, എന്തെങ്കിലും ആവാം. നമുക്ക് വേണമെങ്കിൽ പലതും പല രീതിയിലും ചിന്തിക്കാം. അതൊന്നും നമുക്കിവിടെ വിഷയമല്ല ഇവിടെ സത്യത്തില്ല. അപ്പോൾ സത്യത്തിൽ ഇവിടെ 6 വീടാണിത്. അപ്പം ചിലർ പറയുന്നത് അവിടെ റോക്കി മനസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ അവൻ്റെ വീടാന്നുള്ള രീതി. അപ്പം അവരുടെ നാട്ടുകാരൊക്കെ പറഞ്ഞത് റോക്കി അങ്ങനെ കള്ളം പറയാറില്ല എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. അപ്പം ഒരു സീരിയൽ ആക്ട്രസ് അല്ലെങ്കിൽ ഒരു ഞാൻ പറഞ്ഞ യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ടാണ്. ഇടയ്ക്ക് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ഇത് കണ്ടായിരുന്നു, യൂട്യൂബ് വരുമാനം കൊണ്ടാണ് ഇത്രയും വലിയ അനു വീടുണ്ടാക്കി അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് കണ്ടത്. അപ്പം നിങ്ങൾ ബിഗ് ബോസ് കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളെ ഒന്നാമത് പറ്റിച്ച ബിഗ് ബോസ് ആയിരിക്കും. അല്ല തോന്നിയ വീട് കാണിക്കാനാണോ ബിഗ് ബോസ് എങ്ങനെ ഇരിക്കുന്നത്. അപ്പം അനുവിൻ്റെ വീട് അതാന്ന് പറയുന്നത്, റോക്കിയുടെ വീട് അതാന്ന് പറയുന്നത്. സത്യത്തിൽ 6 വീടാണ്. പിന്നെ ഇവർ തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോഴും നമുക്കൊന്നും അറിയത്തില്ല. അല്ലെങ്കിൽ ആടിനെ പൊട്ടനാക്കുന്ന പരിപാടിയാണോ എന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എല്ലാവരും പറയുന്നത് റോക്കിയുടെ വീടാണ്. അപ്പം റോക്കി ഈ ഇടയ്ക്ക് ബിഗ് ബോസിൽ പറഞ്ഞ പോലെ എനിക്ക് എന്താ പറയേണ്ടത്, ഫുഡ് കഴിക്കാൻ മീൻസ് എത്ര സ്ക്വയർ ഫീറ്റിലുള്ള റൂമാണ്, 700 സ്ക്വയർ ഫീറ്റുള്ള ബാത്റൂമാണ്, എനിക്ക് ചായ കാപ്പി എല്ലാം കൊണ്ടുതരാൻ ഓരോ ആൾക്കാരുണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവന് 100% കോൺഫിഡൻസോടാണ് അവൻ പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? അദ്ദേഹത്തിന് എന്തായാലും നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എങ്ങനെയായാലും ഒരു 40-45 ഉള്ള ഏജ് ഉണ്ട്. പക്ഷെ ഇത് പറഞ്ഞ ആരും വിശ്വസിക്കില്ല താനും, കാരണം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ബോഡി ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്കത് ഇനി നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അറിയിക്കാം. അപ്പം എവിടെയോ എന്തൊക്കെ ചകട പകട ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം എനിക്ക് പറയുന്നു, ഇപ്പോൾ നേരത്തെ ഞാനിത് റിയാക്ഷനായിട്ട് ഓരോ വീഡിയോസും കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ബിഗ് ബോസിലെ കുറച്ച് കണ്ടന്റ് ഇടാൻ തുടങ്ങിയപ്പോൾ, ലൈവ് ഇടാൻ തുടങ്ങിയപ്പോൾ കുറേ ആൾക്കാരൊക്കെ എൻ്റെ ഫ്രണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞാൻ എൻ്റെ മറ്റേ റിയാക്ഷനായിട്ട് പോകുമ്പോൾ ആൾക്കാർ അൺസബ് ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ അൺസബും കാര്യങ്ങളൊന്നും ചെയ്യരുത്. എന്താ പറയണ്ടേ, ഇനി തൊട്ട് ഞാൻ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ മാത്രം ഇടാം നിങ്ങൾക്ക് വേണ്ടി. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ പഴയ വീഡിയോ അപ്പോഴും നിങ്ങൾ അൺസബ് ചെയ്യാൻ മറക്കരുത്. അൺസബ് ചെയ്യരുത് കേട്ടോ, മറക്കരുതെന്നല്ല, ഇത് ചെയ്യരുത്. ഓക്കെ, നിങ്ങളെല്ലാവരും ഒരു ഫാമിലി. എനിക്കിപ്പം നമ്മളെ ലൈവ് ഇടുന്ന ഇപ്പോൾ വേറൊരു ചാനൽ, ഈ ചാനലൊരു പ്രശ്നം വന്നുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഫാമിലി പോലൊക്കെ തന്നെയാണ് അവരിപ്പം, നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് ആരും അൺസബ് ചെയ്യരുത്, ദയവ് ചെയ്യരുത്. നന്ദി, നമസ്കാരം.